കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ രണ്ടാമധ്യായം 3-ാമത്തെ ശ്ലോകം ചെയ്തു. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം ചെയ്യാം. അർജുന ഉവാച എന്നാണ്. അപ്പോൾ ആദ്യം ശ്ലോകം വായിക്കാട്ടോ. കഥം ഭീഷ്മ 4 കഥം ഭീഷ്മമഹം സാഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. നമുക്ക് അർത്ഥത്തിലേക്ക് പോവാം. അപ്പോൾ ഹേ അരിസൂദന, മധുസൂദന, 2 സംബോധന ഉണ്ട് അല്ലേ. അരി എന്ന് പറഞ്ഞാൽ ശത്രു, എനിമി. അപ്പോൾ അരിസൂദനൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ കൊല്ലുന്നവനെ. മധുസൂദന പറഞ്ഞാൽ മധു എന്ന രാക്ഷസനെ, അതും ശത്രുവിനെ കൊല്ലുന്നവനെ എന്നുള്ള അർത്ഥം. പിന്നെ ഞാൻ അതിലേക്ക് വരാം നമുക്ക്. പിന്നെന്താ, അങ്ങനെ അർജുനൻ എന്താ പറയുക, ഭഗവാനെ ഈ 2 സംബോധനകളോടുകൂടി അഡ്രസ്സ് ചെയ്തു. ഓക്കെ. പൂജാർഹൗ ഭീഷ്മം ദ്രോണം ച, പൂജിക്കപ്പെടാൻ അർഹരായ, അതായത് വളരെ സ്നേഹവും ലവ് ആൻഡ് റെസ്പെക്റ്റ് മാത്രം ഡിസേർവ് ചെയ്യുന്ന, പൂജാർഹൗ അതായത് പൂജ അർഹിക്കപ്പെടുന്നവരായ ആര്? ഭീഷ്മം ദ്രോണം ച, ഭീഷ്മനെയും ദ്രോണരെയും, സംഖ്യേ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ, അഹം ഞാൻ, ഇഷുഭിഹി കഥം പ്രതിയോത്സ്യാമി എങ്ങനെ ഞാൻ അമ്പുകളെ കൊണ്ട് അവരെ എതിർത്ത് യുദ്ധം ചെയ്യും. അവർ എന്തുകൊണ്ടും ബഹുമാനം മാത്രം അർഹിക്കുന്നവരാണ്. ആര്? ദ്രോണനും പിന്നെ ഭീഷ്മരും ഒക്കെ. പിന്നെ പലരും വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവരുടെ നേർക്കൊക്കെ ഞാൻ എങ്ങനെ ഈ അമ്പ് പ്രയോഗിച്ച് അവരോടൊക്കെ ഞാൻ എങ്ങനെ എതിർത്ത് യുദ്ധം ചെയ്യും? പൂജിക്കപ്പെടേണ്ടവരായിട്ടുള്ള ഭീഷ്മരെയും ദ്രോണാചാര്യരെയൊക്കെ ഞാൻ യുദ്ധത്തിൽ എങ്ങനെയാണ് അമ്പുകളെ കൊണ്ട് എതിർക്കുക? എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യാന്ന്. അത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ. കാരണം പാവം പിന്നെ എന്താണ്, എങ്ങനെയാണ് ഇവരോടൊക്കെ യുദ്ധം ചെയ്ത് അവരെയൊക്കെ കൊല്ലുക എന്നാണേ വിചാരിക്കണേ. പിതാമഹൻ മുത്തശ്ശനാണേ. ഇപ്പോൾ ശരിക്കും വിളിച്ചാൽ 2 ചോയ്സാണുള്ളത്. ഒന്നെങ്കിൽ ഞാൻ കൊല്ലാനൊന്നും യുദ്ധത്തിനൊന്നും പുറപ്പെടുന്നില്ല, ഞാൻ എൻ്റെ പിന്നെ തോൽവി സമ്മതിക്കണു, എന്നിട്ട് എൻ്റെ രാജ്യവും ഒക്കെ പോയി ഞാൻ നടന്നോളാം. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ അവരെയൊക്കെ കൊന്നിട്ട് രാജ്യമൊക്കെ കിട്ടി അധികാരമൊക്കെ കിട്ടി ഇരിക്കാം. 2 ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ യുദ്ധമില്ല എന്ന് പറഞ്ഞ് കീഴടങ്ങ് തോൽവി സമ്മതിക്കുക, അല്ലാതെ യുദ്ധം ചെയ്ത് അവരെയൊക്കെ തോൽപ്പിച്ച് രാജ്യമൊക്കെ കിട്ടി അധികാരത്തിലിരുന്ന് സന്തോഷിക്കുക. അപ്പോൾ അർജുനൻ്റെത് എന്താ വെച്ചാൽ ഫസ്റ്റ് ചോയ്സാണ് നല്ലതാണെന്നാണ്. അതായത് സ്വന്തം ബന്ധുക്കളെയൊക്കെ കൊന്ന്, ഇത്ര ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരെയൊക്കെ കൊന്ന് രാജ്യം കിട്ടണേക്കാൾ ഭേദം തോൽവി സമ്മതിച്ച് പിന്നെ എന്താണ് ബെഗ് ചെയ്തിട്ടേ പിച്ച തണ്ടി നടന്നാലും വേണ്ടില്ല. ആ ചോയ്സാണ് നല്ലതാണെന്നാണ് അപ്പോൾ തോന്നണം. അതാണ് ഇപ്പോൾ അതിൽ പറഞ്ഞത് കേട്ടോ. ഞാനെങ്ങനെ അവരോട് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4 വായിച്ച് 5ലേക്ക് പോവാം. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. പിന്നെ ഒന്നും കൂടി ഉണ്ട്. അതായത് ഭഗവാൻ ഈ പിന്നെ അഡ്രസ്സിങ് ഉണ്ടല്ലോ, അരിസൂദന മധുസൂദന എന്നുള്ള സംബോധനയിൽ ഒരു അർത്ഥം ഉണ്ട് പറയുന്നുണ്ട് വ്യാഖ്യാതാക്കളെ. കാരണം ഭഗവാൻ ശത്രുക്കളെ കൊന്ന് ലോകത്തിനെ രക്ഷിച്ച പോലെ മാത്രമല്ല ഇത്. എൻ്റെ ശത്രുക്കൾ എൻ്റെ ബന്ധുക്കൾ തന്നെയാണ്, ഗുരുക്കളൊക്കെ ആയി. എൻ്റെ മുത്തശ്ശനും എൻ്റെ ഗുരുവൊക്കെയാണ് ശത്രുക്കൾ ഇവിടെ. അപ്പോൾ അവരെ കൊല്ലണതാ ഭഗവാൻ ശത്രുക്കളെ കൊന്ന പോലെ എളുപ്പമല്ല എന്ന് പറയണതും കൂടി ഒരു ഇതുണ്ട്. ഇനി 2:5 ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ
ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. കുറച്ചൊരു കൺഫ്യൂഷൻ പോലെ ഉണ്ട്. എന്താ അറിയോ, അത് ആദ്യം തന്നെ പറയാം ഞാൻ. എന്താ അറിയോ, അത് രണ്ട് തരത്തിൽ തന്നെ എടുക്കാം. ഞാൻ മുമ്പ് മനസ്സിലാക്കിയിട്ട് ഇതിനു മുമ്പൊക്കെ വായിച്ചപ്പോൾ ഒക്കെ മനസ്സിലാക്കി അർത്ഥകാമാൻ ഭോഗാൻ എന്നൊന്നിച്ച് ചെയ്താൽ ഉള്ള അർത്ഥമാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ 2-3 വ്യാഖ്യാനം വായിക്കുമ്പോൾ അതിൽ അർത്ഥകാമാൻ ഗുരു എന്നും കൂടി ഉണ്ട്. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. ആദ്യം വാക്കുകളുടെ അർത്ഥം നോക്കാം. ഇഹലോകെ മീൻസ് ഈ ലോകത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ലോകത്തിൽ ഭൈക്ഷ്യം അഭിഭോക്തും ശ്രേയാഹി, അതായത് ഈ ലോകത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ ചെയ്യാം. ഈ മഹാനുഭാവാൻ ഗുരുൻ അഹത്വ, ഈ വളരെ മഹാത്മാക്കളായ ഗുരുക്കന്മാരെ, അതായത് പിതാമഹനെയും ഗുരുവിനെയൊക്കെ ആചാര്യന്മാരെ ഗുരുവിൻ എന്നാണല്ലോ. അപ്പോൾ മഹാനുഭാവാൻ ഗുരുവിൻ, മഹാത്മാക്കളായിട്ടുള്ള ഗുരുക്കന്മാരെ അഹത്വ കൊല്ലാതെ അല്ലെങ്കിൽ കൊല്ലുന്നതിനേക്കാൾ ഇഹലോകെ ഈ ലോകത്തിൽ ഭൈക്ഷ്യം അതായത് പിച്ച തെണ്ടുകയാണ് നല്ലത്, ഭിക്ഷയ്ക്ക് നടക്കുകയാണ് നല്ലത്. അതായത് എൻ്റെ ഇത്ര മഹാത്മാക്കളായിട്ടുള്ള മുത്തശ്ശനെയും ഗുരുവിനെയൊക്കെ കൊല്ലണേക്കാളും നല്ലത് ഈ ലോകത്തിൽ ഒന്നുമില്ലാതെ ഭിക്ഷയ്ക്ക് നടക്കുകയാണ്. ഭോക്തും അതായത് ഭിക്ഷയ്ക്ക് നടന്ന് ഊണ് കഴിക്കുന്നതാണെന്ന്. അതായത് ഭൈക്ഷം അഭിഭോക്തും ശ്രേയഹി. എന്താ പറഞ്ഞാൽ വെച്ചാൽ ഇത്ര മഹാത്മാക്കളായിട്ടുള്ള ഗുരുക്കന്മാരെ കൊല്ലുന്നതിനേക്കാൾ ഭേദം ഭിക്ഷ തെണ്ടിയിട്ട് ബെഗ് ചെയ്തിട്ട് ജീവിതം കഴിച്ചു കൂട്ടുന്നതാണ് ശ്രേയസ്കരം, അല്ലെങ്കിൽ അധികം നല്ലത്. അർത്ഥകാമാൻ ഗുരുൻ എന്നാൽ ഈ വെൽത്ത് ഉണ്ടല്ലോ, അർത്ഥം, ധനത്തിൽ മോഹമുള്ള ഗുരുക്കന്മാരെ ഹത്വാതു കൊന്നാൽ ഇഹയേവ ഇവിടെ തന്നെ രുധിരപ്രദിഗ്ധാൻ ഭോഗാൻ ഭുഞ്ജീയ. ഇനിയിപ്പോൾ ശരി, ഇവർ ധനം മോഹിച്ചിട്ടാണ് കൗരവരുടെ ഈ ഗുരുക്കന്മാരെ, അതായത് ഇവർ വലിയ ആൾക്കാരൊക്കെയാണ്, എന്നാലും ധനം മോഹിച്ചിട്ടാണ് കൗരവന്മാരുടെ പക്ഷത്ത് നിന്നത്, അതുകൊണ്ട് അവരെ കൊല്ലാം എന്ന് വിചാരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ പോലും അവരെ കൊന്നാൽ അവരുടെ രക്തം പെരണ്ട ഈ സുഖങ്ങളെയൊക്കെ അനുഭവിക്കാം. അതെന്താ, അതൊരു വല്ലാത്തൊരു, എന്താ അതിലൊരു സുഖമുള്ളത്? അവരുടെ രക്തം പുരണ്ട, അവരെ കൊന്നിട്ട് കിട്ടണ സുഖം എന്ത് സുഖമാണെന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ എന്താ അറിയോ ഒരു കാര്യം, ഈ അർത്ഥകാമാൻ ഗുരു എന്നാണ് അത്വാദൂന്ന്. അതായത് ബൈ കില്ലിങ് ദീസ് ഗുരൂസ് ഹൂ ഹാവ് ഡിസയർ ഫോർ വെൽത്ത്, എന്നാൽ പോലും എന്ന് പറയുകയാണ്. അവർ ശരിയാണ്, അവർ ഈ ധനമോഹം കൊണ്ടാണ് കൗരവപക്ഷത്ത് നിൽക്കണത്, അതുകൊണ്ട് അവരെ കൊന്നാ വിരോധമില്ല എന്നാണ് ഭഗവാൻ പറയണതെന്ന് വെച്ചാൽ പോലും എനിക്ക് അവർ തെറ്റുകാരാണെങ്കിൽ പോലും, അവർ ശരിയാണ് ധനമോഹം കൊണ്ട് അവരുടെ ഭാഗത്ത് നിന്നു, അങ്ങനെ അവർ തെറ്റുകാരാണെങ്കിൽ പോലും എനിക്ക് അവരെ കൊന്നിട്ടുള്ള രാജ്യഭോഗ സുഖങ്ങൾ വേണമെന്നില്ല എന്ന് പറയുകയാണ്. അതായത് എല്ലാ സുഖങ്ങളും ടെയിൻറ്റഡ് വിത്ത് എയർ ബ്ലഡ് അല്ലേ? അത് ആരുടെ ബ്ലഡാണ്? എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പം അവർ മുഴുവൻ പെർഫെക്റ്റ് അല്ല എന്ന് വന്നാൽ പോലും മുത്തശ്ശനും ഗുരു അല്ലേ, അതാണ് പറയണത്. പക്ഷേ ഈ അർത്ഥകാമാൻ ഗുരുവിന് എടുക്കണതിന് പകരം നമുക്ക് വേറൊരു തരത്തിൽ അർത്ഥം എടുക്കാം. ഞാൻ അങ്ങനെ മുമ്പ് ധരിച്ചിരുന്നു കേട്ടോ. അർത്ഥകാമാൻ ഭോഗാൻ എടുക്കാം. അതായത് നമ്മളിപ്പോൾ ധർമ്മം മറന്നിട്ട് ഞാൻ ഭോഗത്തിനും പിന്നാലെ പോവുകയാണെങ്കിൽ അതും ശ്രേയസ്കരമല്ലല്ലോ. അതായത് ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ കൊല്ലുക,
എന്നിട്ട് എനിക്ക് ഭൗതിക സുഖം കിട്ടുക, രാജകീയ സുഖങ്ങളൊക്കെ, റോയൽ പ്ലഷേഴ്സൊക്കെ അനുഭവിക്കുക. അങ്ങനെയാണെങ്കിലും അത് ശ്രേയസ്കരമല്ലല്ലോ, തെറ്റല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈതർ വേ, ഇപ്പോൾ അർത്ഥകാമാൻ ഗുരു എന്ന് വെച്ചാലും, അതായത് അവർ പിന്നെ ആക്ച്വലി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത്രേ. ഈ യുദ്ധത്തിന് മുമ്പേ ധർമ്മപുത്രരെ പിന്നെ ഭീഷ്മരുടെയും ദ്രോണരുടെയും കൃപരുടെയും ശല്യരുടെയും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട്, അവരൊക്കെയാണ് വലിയ മഹാത്മാക്കൾ. അപ്പോൾ കൃപര് പിന്നെ ദ്രോണരുടെ പിന്നെ ബ്രദറിനിലോ ആണ്, അതായത് കൃപിയുടെ ബ്രദറാണല്ലോ, ദ്രോണരുടെ ഭാര്യയുടെ ബ്രദറാണ്. അപ്പോൾ ഭീഷ്മരെ യുദ്ധത്തിന് മുമ്പ് തലേ ദിവസമൊക്കെ ആയിട്ട് ധർമ്മപുത്രരെ ഭീഷ്മരെയും ദ്രോണരെയും കൃപരെയും ശല്യരെയും കാണാൻ പോയി ഇത്രേ, ബ്ലെസ്സിങ്സ് മേടിക്കാൻ, അനുഗ്രഹം മേടിക്കാൻ. അപ്പോൾ പിന്നെ അവരെന്നെ പറഞ്ഞു അത്രേ, പിന്നെ ഞങ്ങൾ അർത്ഥകാമം കൊണ്ടാണ് കൗരവരുടെ കൂടെ നിൽക്കണം, അതായത് കൗരവരുടെ ചെലവിലാണ് അവർ കഴിയണത്. അപ്പോൾ പിന്നെ കൗരവരോട് കൂറ് കാണിക്കാതെ വയ്യലോ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്, അല്ലാണ്ട് അവരുടെ ധനം കിട്ടാൻ എന്നുള്ള അർത്ഥത്തിലല്ല. ഞങ്ങൾ ഇവരുടെ ചോറാണ് ഉണ്ണണം, ഇവരാണ് ഞങ്ങളെ തീറ്റിപ്പോറ്റുന്നത്, അപ്പോൾ പിന്നെ അവരോട് കൂറ് കാണിക്കാണ്ട വയ്യലോ എന്ന് പറഞ്ഞു. അതാണ്, അതുകൊണ്ടാണ് അർത്ഥകാമാൻ ഗുരുവിന് എടുക്കുമ്പോൾ തെറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു എന്ന് തന്നെ സമ്മതിക്കുക. അങ്ങനെ അവരോട് കൂറ് കാണിക്കണത്, അവരുടെ ചോറ് തിന്നിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പോലും അവരെ കൊന്നിട്ട് രാജ്യസുഖങ്ങൾ അനുഭവിക്കണതിന് എന്താ അർത്ഥം? അതെനിക്ക് ശ്രേയസ്കരമായിട്ട് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. നേരെ തിരിച്ചാണ് വെച്ചാൽ എന്തായാലും അതെ, നമ്മൾ അർത്ഥകാമങ്ങൾ മോഹിച്ച് യുദ്ധം ചെയ്യണത്തിട്ട് ആ സുഖങ്ങളൊക്കെ അനുഭവിക്കണതിന് സെൽഫിഷ്നെസ് ആണല്ലോ. അതാണെങ്കിലും അത് ശ്രേയസ്കരല്ല, ബൂത്ത് വേ ശ്രേയസ്കരല്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത്. ആര് അങ്ങനെയാണ് തോന്നൽ. അത് ശരിയല്ല എന്ന് തോന്നിയിട്ടാണല്ലോ ഇപ്പോൾ ഇത്ര നേരം നമ്മളതാണല്ലോ പറഞ്ഞത്. അത് ജസ്റ്റിഫൈ ചെയ്യാനല്ലോ ഇപ്പോഴും അത് പറയാൻ കേട്ടോ. അപ്പോൾ 2:5 വായിക്കാം. അപ്പം എനിക്ക് അങ്ങനത്തെ സുഖം വേണ്ട എന്ന് പറയാണ്. അതോ അവരെയൊക്കെ കൊന്നിട്ടേ, ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹലോകേ, ഭിക്ഷെടുത്ത് നടക്കുക ഭേദമെന്ന്. ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ, അവർ ധനമോഹികളാണെങ്കിൽ പോലും ഭുഞ്ചീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ, അവരുടെ ചോര പുരണ്ട, അവരെ കൊന്നിട്ട് അവരുടെ ചോര പുരണ്ട സുഖം എനിക്ക് വേണ്ട. ഓക്കെ, ഇനി ശ്ലോകം 2:6. ന ചൈതദ്വിദ്മഹ കുതരന്നോ ഗരീയോ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ യാനേവ ഹത്വാ ജിജീവീഷാമ സ്ത്വേവ സ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. ഗുരൂനിഹൈവ അല്ലേ, ന ചൈതദ്വിദ്മ നോക്കട്ടെ കേട്ടോ. ന ചൈതദ്വിദ്മ, അതെ, കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയു യാനേവ ഹത്വാ ജിജീവിഷാമ സ്ഥേവസ്ഥിത പ്രമുഖേ ധാർത്തരാഷ്ട്ര. അപ്പം നമുക്ക് നോക്കാം, ഇതിൻ്റെ അർത്ഥം നോക്കാം കേട്ടോ. എന്താണ് യദ്വാ, അതായത് യദ്വാ ജയേമ, നമ്മൾ വെദർ വി വിൻ, നമ്മൾ അവരെ ജയിച്ചാലും, യദി വാ ന ജയേയു, അവർ നമ്മളെ ജയിച്ചാലും, നമ്മൾ അവരെ ജയിച്ചാലും, അവർ ജയിച്ചാലും, അതായത് നമ്മൾ ജയിച്ചാലും ശത്രുക്കൾ ജയിച്ചാലും എന്ന് ചുരുക്കം. കതരത്ത് ന ഗരീയ, ഏതാ നല്ലത്? ഏതത് നാച്ച വിദ്മ, നമുക്കറിയില്ല. അവർ ജയിച്ചാലാണോ നല്ലത്, നമ്മളെ തോൽപ്പിച്ചിട്ടേ, അല്ല അവരെ തോൽപ്പിച്ച് നമ്മൾ ജയിച്ചാലാണോ നല്ലത്? ഏതാണ് ബെറ്ററെന്ന്? കതരത്ത് ന ഗരീയ, ഏതാണ് വിച്ച് ഈസ് ബെറ്റർ, ഏതാ നല്ലതെന്ന്, ഏതത് നാച്ച വിദ്മ, നമുക്കറിയില്ല. തേ ധാർത്തരാഷ്ട്രാഹ ഏവ, ആ കൗരവര ധൃതരാഷ്ട്രപുത്രന്മാർ യാൻ ഹത്വ, അവരെ കൊന്നിട്ട് ന ജിജീവിഷാമ, നമുക്കെന്താ കാര്യം അവരെ കൊന്ന് പിന്നെ ജീവിച്ചിട്ട്? സ്വന്തം കസിൻസ് അല്ലേ,
പ്രമുഖേ അവസ്ഥിത. നമ്മുടെ മുമ്പിലിപ്പോൾ നിൽക്കണ നമ്മുടെ സ്വന്തം ബന്ധുക്കളായിട്ടുള്ള ഈ കൗരവന്മാരെ കൊന്നിട്ട് ജിജീവിഷാമ എനിക്ക് ജീവിക്കണം എന്നില്ല. അതാണ് ശത്രുക്കളായിട്ട് കാണാൻ പറ്റുന്നില്ല. അതാണ് കുഴപ്പേ അല്ലേ? അപ്പോൾ ശരിയാണ്, കൗരവന്മാർ ഇവരെ ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, ആപത്തുകളിൽ പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഈ അരക്കില്ലം കത്തിക്കുക, കാട്ടിലേക്ക് പോകാൻ പറയുക, പിന്നെ ഹനുമാനെ കെട്ടിത്താഴ്ത്തുക, വിഷം കൊടുത്ത് കെട്ടിത്താഴ്ത്തുക, എന്തൊക്കെ ചെയ്തിരുന്നു അല്ലേ? രാജ്യവും കൊടുക്കില്ല. ഇതൊക്കെ അവർ ചെയ്താലും അൺഫോർച്ചുനേറ്റ്ലി ഈ ചെയ്തവരൊക്കെ സ്വന്തം ആൾക്കാരായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ അർജുനനെ. അതുകൊണ്ടാണ് ഹീസ് വെരി ഹെസിറ്റൻറ്റ് ടു കിൽ ദം. അപ്പോൾ ഒരു തരത്തിലും കൊന്നിട്ട് രാജ്യം വേണമെന്ന് തോന്നുന്നില്ല. പക്ഷേ കൃഷ്ണൻ എന്താ പറയണേ? കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ എന്താ? ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. അതൊക്കെ നിൻ്റെ ഹൃദയത്തിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് അല്ലേ? ഫെയിൻറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്ക് എങ്ങനെയൊക്കെ തോന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പാവം അർജുനന് ഇതന്നെയാണ് തോന്നണത്, ഇത് ചെയ്യുകയാന്ന് തന്നെ തോന്നണം. പക്ഷെ കൃഷ്ണൻ പറയുന്നുണ്ട് അത് തോന്നൽ ശരിയല്ല, നിൻ്റെ അസ്ഥാനത്തുള്ള ദയ കൊണ്ടാണ്, അസ്ഥാനത്തുള്ള അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ്, രാഗം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ പാവം കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡായി. ഇനി ആണ് പറയാൻ പോണത് എന്താ, എനിക്ക് ശരിക്കും ഒന്നും അറിയില്ല കൃഷ്ണ എന്ന് പറയാനുള്ള ഒരു ഭാവത്തിൽ, അതായത് ആ കംപ്ലീറ്റ് മെച്യൂരിറ്റി എത്തിയേ. അർജുനൻ്റെ ഇപ്പോൾ എനിക്കിതൊന്നും വേണ്ട, ഞാൻ സന്യാസിച്ചോളാം, ഞാൻ ഭിക്ഷു ആയിക്കോളാം, ഞാൻ ഒരു വെറും ബെഗറായിക്കോളാം എന്നൊക്കെ പറയണത് അത് ഓൺലി കമ്മിങ് ഔട്ട് ഓഫ് ഹിസ് അജ്ഞാനം, ഇഗ്നറൻസ്. ഭഗവാനറിയാം ഇതൊന്നും ശരിക്കുള്ള ഒരു ത്യാഗ മനസ്ഥിതി ഒന്നുമല്ല, ശരിക്കുള്ള റെനുസിയേഷൻ ഒന്നുമല്ല. തൽക്കാലം ഇത് അജ്ഞാനം കൊണ്ട് എൻ്റെ ആൾക്കാരാണ്, ഞാനാണ് കൊല്ലണ, അഹന്തയും മമതയും, ഞാൻ കൊല്ലുന്നു, അപ്പോൾ എനിക്ക് പാപം കിട്ടും, എൻ്റെ ആൾക്കാരെ, അതാണ് അഹന്തയും മമതയെന്ന് പറയണത്. ഞാനെന്നുള്ള അഹങ്കാരവും എൻ്റെ എന്നുള്ളതും കൊണ്ട് മാത്രം, അതാണല്ലോ അജ്ഞാനെന്ന് പറഞ്ഞാൽ, ഇഗ്നറൻസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ ഭഗവാനറിയാം അർജുനൻ്റെ ഈ ത്യാഗ മനസ്ഥിതിയൊക്കെ ഇപ്പം ഉണ്ടായത് വെറും അജ്ഞാനം കൊണ്ടാണെന്ന് അറിയാം. അതുകൊണ്ടാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ഈ വീക്ക്നെസ് ഓഫ് ദ ഹൃദയത്തിൻ്റെ ഈ ഒരു തളർച്ച അസ്ഥാനത്തായിപ്പോയി. അത് അസ്ഥാനത്തുള്ള ദയോണ്ടും അസ്ഥാനത്തുള്ള രാഗം കൊണ്ടുമാണെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം പറഞ്ഞപ്പോൾ പാവം കൃഷ്ണൻ പറയുന്നത് വിശ്വാസമുണ്ട്, അങ്ങനെയല്ല, വളരെ കൺവിക്ഷൻ ഉണ്ട് ചെയ്യണത് തെറ്റാന്നും. അതുകൊണ്ടാണ് ധർമ്മസങ്കടത്തിലായത്. ഇനി നമുക്ക് അത് 6 വായിച്ച് 7ലേക്ക് പോവാം. ന ചൈതദ്വിദ്മ കതരന്നോഗരീയോ യദ്വാ ജയേമ യദിവാ നോ ജയേയു യാനേവ ഹത്വാ ജിജീവിഷാമ സ്തേവസ്ഥിത പ്രമുഖേധാർത്ഥരാഷ്ട്ര. അവരെ കൊന്നിട്ടൊരു ജീവിതം ഞങ്ങൾക്ക് വേണം തന്നെ ഇല്ലയെന്ന്. അതേസമയം ഭഗവാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. ഓക്കെ, ഇനി 7 ഇനി. അപ്പോൾ കാർപ്പണ്യദോഷാപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ എന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. ധർമ്മസമ്മൂഢചേതാഃ യശ്രേയ സ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഇതാണ് ഏറ്റവും ഒരു പ്രധാന ശ്ലോകം എന്ന് പറയാം. എന്താ കാരണം വെച്ചാൽ ഭഗവാനിൽ സർവാത്മനാ ശരണാഗതി അടഞ്ഞു. ആര്? അർജുനൻ. അതോടെ ഭഗവാൻ കയ്യിലെടുത്തു. ശരിക്കും ഇനിയൊന്നും പേടിക്കാനില്ല. നോക്കൂ, ഇത് നമുക്ക് നോക്കാം. കാർപ്പണ്യദോഷാപഹത അങ്ങനെയല്ല തുടങ്ങേണ്ട തോന്നുന്നത്. കാർപ്പണ്യദോഷാപഹത സ്വഭാവ.
കാർപ്പണ്യം, ദോഷം എന്നിവയാൽ ബാധിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവനെ, കൂടിയവനായ, അതാണ് കാർപ്പണ്യദോഷാപഹത സ്വഭാവ. അവനവനെന്നെ പറയാണ്. അതായത് എൻ്റെ സ്വഭാവം ഇപ്പോൾ ശരിക്കും അജ്ഞാനം കൊണ്ട് മങ്ങിയിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് പിന്നെ ആദ്യം വരാട്ടോ. കാർപ്പണ്യദോഷം അതായത് എൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ എൻ്റെ നേച്ചർ, ശരിക്കുള്ള നേച്ചർ ഉണ്ടല്ലോ, അസ്വസ്വരൂപം, അതിനെ അജ്ഞാനം മറച്ചിരിക്കുകയാണ്. അതാണ് കാർപ്പണ്യദോഷാപഹത സ്വഭാവ. അസ്വസ്വരൂപത്തിനെ, അതായത് ഞാൻ എൻ്റെ ആ ശരിക്കുള്ള സ്വരൂപത്തിനെ കാർപ്പണ്യദോഷം എന്താ, അജ്ഞാനം എന്ന് ഇവിടെ തൽക്കാലം പറയാം. എന്നിട്ടോ ഞാൻ എന്തായി ഞാൻ ധർമ്മസമ്മൂഢചേത. അങ്ങനെ ആ എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു നിൽക്കുന്ന ആ ദൈവിക ശക്തിയെ എൻ്റെ അജ്ഞാനം മറച്ചത് കൊണ്ട് എന്തായി, ധർമ്മസമ്മൂഢചേതാഹ. എനിക്ക് ധർമ്മേതാ അധർമ്മേതാ എന്ന് നിശ്ചയമില്ലേണ്ടി. ഐ ആം നോട്ട് ഏബിൾ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ധർമ്മ ആൻഡ് അധർമ്മ. എനിക്ക് ധർമ്മവും അധർമ്മവും ഏതാണെന്ന് അറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ ആ ഉള്ളിലുള്ള ആ ആത്മപ്രകാശം, ആ ഡിവൈൻ സ്പാർക്കിനെ അജ്ഞാനം മൂടിയിരിക്കുന്നു, ഇഗ്നറൻസേ. അപ്പം എൻ്റെ സ്വസ്വരൂപം, ആ ശരിക്കുള്ള എൻ്റെ നേച്ചർ എനിക്ക് മറഞ്ഞത് കാരണം എനിക്ക് ധർമ്മവും അധർമ്മവും, എൻ്റെ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്, ത്വാം പൃച്ഛാമി, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. എന്ത്? യത് മമ യത് മേ, എനിക്ക് ഏതാണ്, എനിക്ക് യത് മേ എന്താണ്, എനിക്ക് നിശ്ചിതം, എന്താണ് എനിക്ക് ശ്രേയസ്കരം, എന്താണ് എനിക്ക് നല്ലതായിട്ടുള്ളത്, നിശ്ചയമായിട്ടുള്ളത്. ശ്രേയഹസ്യാൽ, എന്താണ് എനിക്ക് ശ്രേയസ്കരമായി ഭവിക്കുന്നത്, എന്താണ് എനിക്ക് ഞാൻ ചെയ്യേണ്ടതായിട്ട് നിശ്ചയമായി ചെയ്യേണ്ടതായും ഉള്ളത്. ശ്രേയഹസ്യാൽ, എന്താണ് എനിക്ക് ശ്രേയസ്കരമായിട്ട് ഭവിക്കുന്നത്. തദ്ബ്രൂഹി, അതിനെ അങ്ങ് പറഞ്ഞു തന്നാലും. എന്നിട്ട് ഒന്നും കൂടിയും പറയുന്നുണ്ട്. എന്താ അറിയോ? അഹം, ഞാൻ, തേ ശിഷ്യ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ത്വാം, അങ്ങ്, അങ്ങേ, പ്രപന്നമ്മ, ഞാൻ ദാ അങ്ങയിൽ ശരണാഗതി അടയുന്നു, ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു. മാം ശാധി, എന്നെ ഉപദേശിച്ചാലും അല്ലെങ്കിൽ ശാസിച്ചാലും, ശാധി അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കി തന്നാലും, ഉപദേശിച്ചാലും ശാസിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ് എനിക്ക് ശ്രേയസ്കരം? എനിക്കിപ്പോൾ ഒന്നും അറിയില്ല. കാരണം ഞാൻ അജ്ഞാനം കൊണ്ട് മൂടിയിരിക്കുകയാണ് എൻ്റെ വിവേകത്തിന്. അപ്പം എനിക്ക് വിവേകം ഇല്ലാതെ ഇരിക്കണു. അത് കാരണം ധർമ്മവും അധർമ്മവും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയിൽ ഞാൻ ശരണാഗതി അടഞ്ഞിരിക്കുന്നു, എന്നെ ഉപദേശിച്ചാലും എന്ന് പറഞ്ഞു. ഇതാണ് ഏറ്റവും പ്രധാനം അല്ലേ? ഈ ശ്ലോകമാണ് അർജുനൻ മെച്വേർഡായി ഇപ്പോൾ. എന്തിന്? ആത്മജ്ഞാനോപദേശത്തിന്. അതിനാണ് ഭഗവാൻ ഇങ്ങനെ ഹൃദയം ദുർബലാക്കിയതേ. അതെ, ഭഗവാന്റെ ഒരു ലീലയാണതൊക്കെ, ഭഗവത് ഇച്ഛ. കാരണം കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പാവം കുറേ വിഷമമൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ കാട്ടിൽ പോയിട്ട് അജ്ഞാതവാസവും അനവധി തപസ് ചെയ്യുക ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മുമ്പിലേക്ക് വന്നിരിക്കണു. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം കൂടി ആയപ്പോൾ മനസ്സ് നല്ല പ്യുവറായി, ശുദ്ധമായി. അപ്പോൾ ഇതിൽ ഈ ഒരു ശ്ലോകം കൊണ്ട് എന്താ കാണിക്കുക വെച്ചാൽ അർജുനൻ്റെ മെച്യൂരിറ്റി ശരിക്കും വേണ്ടത്രയായി ആത്മജ്ഞാനോപദേശത്തിന്. അതായത് കാട്ടിൽ കുറേ കാലം, പിന്നെ അജ്ഞാതവാസം 1 കൊല്ലം അല്ലേ, പിന്നെ എത്രയോ തപസ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല മെച്യൂരിറ്റിയും നല്ല ശുദ്ധമായിരുന്നു മനസ്സേ. അതുകൊണ്ടാണ് അവനവനെ തോന്നിയത് എനിക്കൊന്നും അറിയില്ല എന്ന്. അല്ലെങ്കിൽ ആദ്യമൊക്കെ കുറേ പറഞ്ഞുല്ലോ, ഞാൻ പറയണതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കി. പക്ഷേ ഇപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ധർമ്മം അധർമ്മം വേർതിരിക്കാൻ പറ്റണില്ല, ഞാൻ അജ്ഞാനിയാണ്.
അതുകൊണ്ട് എനിക്ക് എന്താണ് ശ്രേയസ്കരം വെച്ചാൽ അത് പറഞ്ഞു തരൂ എന്ന് പറയാനുള്ള വിനയം ഉണ്ടായി, അല്ലേ? ഇതാണ് അവനവന് അറിവില്ല എന്ന് അറിയലാണത്ര ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോഴല്ലേ നമ്മൾ അറിയാൻ ശ്രമിക്കുള്ളൂ. അവനവന് അറിവുണ്ട്, എല്ലാം അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ അറിയാൻ ശ്രമിക്കില്ല. അപ്പം അവനവൻ്റെ ഇഗ്നറൻസ് മനസ്സിലാക്കിയിട്ട് ഒരാളെ ഗുരുവിനെ അഭയം തേടുകയാണല്ലോ. അപ്പോൾ ആരാ അത്ര കൃപണൻ എന്ന് പറയുന്ന ആളെ? ഇങ്ങനെ അവനവൻ്റെ അജ്ഞാനം മനസ്സിലാക്കാതെ ആരാണ് മരിക്കണ? അവർ മാത്രം കൃപണന്മാരാ പറയുക. അജ്ഞാനികളെയാണ് കാർപ്പണ്യദോഷം ഉപഹത. പിന്നെന്താ വെച്ചാൽ വേറൊരു ഇവിടെ എന്താ വെച്ചാൽ ഈ കാർപ്പണ്യദോഷാപഹത സ്വഭാവം എന്ന് പറഞ്ഞല്ലോ, അതിൽ 2 കാര്യമുണ്ട്. എന്താ അറിയുമോ? നമുക്ക് 2 കാര്യമാണുള്ളത്. ഒന്ന് സ്വരൂപം, ഒന്ന് സ്വഭാവം. എല്ലാവർക്കും ഈ സ്വരൂപം എന്നുള്ളത് എല്ലാവരുടെയും ഒന്നാണ്. അതായത് ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയൊക്കെ ആ സ്വരൂപം ഏതാ? പരമാത്മ ചൈതന്യം. അതെല്ലാവരുടെയും ഒന്നാണ്. സ്വഭാവമാണെങ്കിലോ എല്ലാവരിലും വ്യത്യാസമാണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കണം, സ്വരൂപവും സ്വഭാവവും. സ്വരൂപത്തിന് ഒരിക്കലും ഒരു ചേഞ്ചും ഇല്ല, ഒന്നും അതിനെ ബാധിക്കണില്ല. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം എവ്രിതിങ് ആൻഡ് ഇറ്റ് സ്റ്റേയ്സ് ദ സെയിം. അതാണ് പരമാത്മ ചൈതന്യം അല്ലെങ്കിൽ പരബ്രഹ്മം. അതെല്ലാവരുടെ അന്തര്യാമിയായിട്ട് ആ സ്വരൂപം ഒന്നായിട്ട് നിൽക്കണു. ഒന്നിനും അതിനെ തൊടാൻ പറ്റില്ല. സ്വഭാവമാണെങ്കിൽ എന്താണ്? അത് ഉണ്ടാവും, കുറച്ചു കാലം നിൽക്കും, നഷ്ടം ഇല്ലാണ്ടാവും. ഏതുപോലെ? വെള്ളത്തിലെ ബബിൾസ് പോലെ. ബബിളാണ് സ്വഭാവം ഇവിടെ. അതേപോലെ തന്നെ ഒരു കടലിലത്തെ തിര പോലെ. തിര സ്വഭാവം, കടൽ സ്വരൂപം. അതേപോലെ തന്നെ വെള്ളം സ്വരൂപം, ബബിള് സ്വഭാവം. അപ്പം നമ്മളൊക്കെ സ്വഭാവമാണ് ഓരോരുത്തരും. നമ്മുടെയൊക്കെ സ്വരൂപം ഒന്നാണ്. നമുക്ക് സ്വരൂപവും സ്വഭാവവും ഉണ്ട്, പക്ഷെ സ്വഭാവം ഡിഫറൻ്റാണ്. ആ സ്വഭാവം നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാവണു. സാവിത്രി ഒരു സ്ത്രീയാണ്, വളർന്നു, കണ്ടായി ഇങ്ങനെ ഇരിക്കണു, ഇത്ര ഉയരണ്ട, ഇത്ര തടിയുണ്ട്, ഇതാണ് പ്രത്യേക സ്വഭാവങ്ങളെല്ലാം. അത് കഴിഞ്ഞു വലുതായി, വയസ്സായി, ഇല്ലാണ്ടാവണു. പക്ഷേ എൻ്റെ ഉള്ളിലെ സ്വരൂപം ഇല്ലാണ്ടാവണില്ല. അതെല്ലാവരുടെയും ഒന്നാണ്. അതാണ് ഇതിൽ പറയണത് കേട്ടോ. അപ്പോൾ ഈ എല്ലാ അജ്ഞാനം വെച്ചാൽ എന്താ? അജ്ഞാനം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, എനിക്കറിയില്ല എന്ന് പറഞ്ഞ അജ്ഞാനം എന്താ വെച്ചാൽ നമുക്ക് ഈ സ്വരൂപമാണ് ഞാൻ എന്നുള്ള ബോധം ഇല്ലാണ്ടേ ആവല. സ്വഭാവമെന്നാ വിചാരേ. ആ സ്വരൂപബോധം ഇല്ലാതെ ആവലാണത്ര അജ്ഞാനം, ലാക്ക് ഓഫ് സ്വരൂപബോധം. അപ്പോൾ ഈ അജ്ഞാനം കൊണ്ടാണ് അർജുനൻ എന്താ താൻ ആത്മാവാണെന്ന് മനസ്സിലാവാത്ത. അർജുനന് ഇപ്പോഴുള്ള സ്വഭാവമേ അറിയുള്ളൂ. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ശ്ലോകത്തിൽ അർജുനന് ശരിക്കും പറയണത് എന്താ അറിയോ? ഞാൻ ആരാന്ന് എനിക്കറിയില്ല, ഞാൻ എവിടുന്ന് വന്നു എന്നറിയില്ല, ഞാൻ ഇനി എങ്ങോട്ട് പോകുന്നു അറിയില്ല. അതൊന്നും എനിക്ക് പറയാണ്ടേ എണ്ണു. എൻ്റെ സ്വസ്വരൂപം എനിക്കറിയില്ല. അതാണ് അജ്ഞാനം കൊണ്ട് മറച്ചു പറഞ്ഞത്. കാർപ്പണ്യദോഷാപഹത സ്വഭാവ. അതുകൊണ്ടാണ് എൻ്റെ സ്വരൂപം ഞാൻ മറഞ്ഞു, എനിക്കറിയില്ല പറയണത്. അതുകൊണ്ടാണ് ഹീസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ഹിസ് ഓൺ ധർമ്മ. ഇപ്പോൾ പക്ഷെ ഒരു ഗുണമുണ്ട്, അർജുനൻ്റെ ആ അറിവില്ലായ്മ മനസ്സിലായി. അപ്പോൾ എന്താണ് ശ്രേയസ്കരം എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പം ശ്രേയസ്കരമായിട്ടുള്ളത് തരൂ എനിക്ക്, ഞാൻ പറഞ്ഞാൽ കേൾക്കാം. എനിക്കൊന്നും അറിയില്ല. ആദ്യം അല്ലാണ്ടൊക്കെ പറഞ്ഞത്, പക്ഷെ ഇപ്പം ശരിക്കും ടോട്ടലി സറണ്ടർ ചെയ്തു. ആർക്ക്? ഭഗവാന്റെ പാദങ്ങളിൽ. അപ്പോൾ നൗ ആ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് മറിഞ്ഞിരിക്കണ ആ മനസ്സിനെ ഭഗവാന്റെ കൃപ കൊണ്ട് ഇനി തെളിഞ്ഞ് വരണം, അല്ലേ? അതിനാണ് ശരണാഗതി അടഞ്ഞത്. ആൻഡ് ഭഗവാനോട് പറയാണ്, എനിക്ക് അതാണ് ഭാഗ്യം, ഭഗവാനെ അടുത്ത് കിട്ടിയല്ലോ, അല്ലേ? എൻ്റെ ഈ വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റൂ. എപ്പോഴും നമ്മളൊന്ന് മനസ്സിലാക്കണം, നമുക്ക് വി ക്യാൻ റൺ അവേ ഫ്രം ദ സിറ്റുവേഷൻ, അല്ലേ? പക്ഷേ യു കനോട്ട് റൺ അവേ ഫ്രം വൺ സെൽഫ്.
നമുക്ക് അവനവനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ആ പരിതസ്ഥിതിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. പക്ഷെ അവനവൻ്റെ ഉള്ളിലുള്ള വിചാരങ്ങളും വികാരങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അതിന് ഒരു കാര്യമേ പറ്റുള്ളൂ, എന്താ? ശരണാഗതി അടയുക. അതായത് അതുകൊണ്ടാണ് കൃപണന്മാർക്ക് ആ അജ്ഞാനം ഒട്ടും മാറിയിട്ടില്ല, അല്ലാണ്ടേ മരിക്കണം. അതുകൊണ്ടാണ് കൃപണൻ പറയണത്. കൃപണന് ഈ അവയർനെസ് ഇല്ല. അപ്പോൾ കൃപണൻ അൺഅവെയർ ഓഫ് ദാറ്റ്, ഇതിന്ന് ഈ സംസാരത്തിൽ രക്ഷപ്പെടാനൊരു വഴിയുണ്ടെന്ന് തന്നെ കൃപണൻ അറിയില്ല. അതുകൊണ്ടാണ് കൃപണനായിട്ട് മരിച്ചാൽ പിന്നെയും ജനിക്കേണ്ടിരി. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് വേണം? നമ്മൾ ഭഗവാനിലങ്ങനെ ശരണാഗതി അടഞ്ഞാൽ, ഭഗവാന്റെ കൃപ നമ്മളിലേക്ക് പ്രവഹിച്ചാൽ, പിന്നെ അതിനാണ് എന്താ പറയുക അറിയോ? ദ പവർ ഓഫ് ഗ്രേസ്. ആ കൃപ എന്നുള്ളത് ഗ്രേസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ കൃപയാവിഷ്ട എന്ന് പറയുമല്ലോ. അതായത് ആ കൃപ നമ്മളെ ഇങ്ങോട്ട് വിഴുങ്ങും എന്നാണ് പറയണത്. അതായത് നമ്മൾ ആ കൃപയാൽ വിഴുങ്ങപ്പെടും. പിന്നെ എന്തായി? നമ്മൾ ഭഗവാന്റെ ഈ പൂച്ചക്കുട്ടി, അമ്മ പൂച്ചയുടെ വായിൽ കിടക്കണ പൂച്ചക്കുട്ടിയെ പോലെ സുരക്ഷിതമാണ് നമ്മൾ. അപ്പോൾ ഭഗവാന്റെ ആ കൃപയ്ക്ക് നമ്മൾ പാത്രമാവണമെങ്കിൽ ശരണാഗതി അടയണം, മനസ്സ് ശുദ്ധാവണം. അതാണ് ഇതിൽ പറയണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ശ്ലോകം വളരെ പ്രധാനമാണ്. കാരണം അവനോൻ്റെ ഇഗ്നറൻസ് അവനോൻ മനസ്സിലാക്കിയിട്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചാൽ ഭഗവാൻ ഏറ്റെടുക്കും. ഇത്ര കാലം അർജുനൻ കൃഷ്ണനെ ഒരു സഖാവായിട്ട്, ഫ്രണ്ടായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു ക്രൈസിസ് വന്നപ്പോൾ എന്ത് പറഞ്ഞു? ശിഷ്യസ്തേഹം ശാധിമാം. ഞാൻ അങ്ങയുടെ അഹം ശിഷ്യ, അഹം തേ ശിഷ്യ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ശാധിമാം, എന്നെ ശാസിച്ചാലും അല്ലെങ്കിൽ എന്നെ ഉപദേശിച്ചാലും. ഫ്രം ദിസ് പോയിൻ്റ് എല്ലാം കൃഷ്ണൻ പറയണ പോലെയാണ് അർജുനൻ ചെയ്തത്. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ, ഇനി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞേ ഉള്ളൂ. എന്നിട്ട് പോലും കൃഷ്ണൻ പറയണത് തന്നെ ചെയ്തു. അപ്പം മാത്രമല്ല, അപ്പം ശരിക്കും മനസ്സിലായി ഞാൻ വെറും ഭഗവാന്റെ കയ്യിലൊരു ഉപകരണമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ധൈര്യമായിട്ട് യുദ്ധം ചെയ്യാനും പറ്റി. അതെന്താ അറിയും? ഇപ്പം നമ്മളിന്ന് മനസ്സിലാക്കണത് എന്താ വെച്ചാൽ, നമുക്ക് ഭഗവാനിൽ ശരണാഗതി അടഞ്ഞാൽ, ശരിക്കും ശരണാഗതി അടഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ കയ്യിലത്തെ ഒരു ഉപകരണമാണെന്ന് അങ്ങോട്ട് ബോധ്യമായാൽ നമുക്ക് എളുപ്പമായി. പക്ഷെ അങ്ങനെ ബോധ്യമാവണമെങ്കിൽ ടോട്ടൽ സർവാത്മനാ ശരണാഗതി അടയണം. ടോട്ടൽ സറണ്ടർ, അതിനാണ് പ്രപത്തി എന്ന് പറയുക. ടോട്ടൽ സറണ്ടർ എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വായിച്ച് ഇവിടെ നിർത്താം. 33 മിനിറ്റായി. അത് പകുതിക്ക് വെച്ച് നിർത്തുക. അതുകൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ്ലി പറഞ്ഞതാട്ടോ. കാർപ്പണ്യദോഷാപഹത സ്വഭാവ പൃച്ഛാമി ത്വം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയ സ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വം പ്രപന്നം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ മേ.